ഒരു കാലിൽ കൊതുക് കടിച്ച് ചികിത്സിക്കാൻ ചെന്ന വി ഡി സതീശൻ കണ്ടത് ആശുപത്രിയിൽ 2 കാലിലും വ്രണവുമായി നിൽക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനെയാണ്. എന്ത് കഷ്ടമല്ലേ! വയനാട്ടിലെ പ്രശ്നങ്ങൾ കലങ്ങി മറിയുകയാണ് UDF-നുള്ളിൽ. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് കേൾക്കുന്ന വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ ഇതാ UDF-ൽ തന്നെ പ്രതിഷേധമുയരുന്നു. ചേട്ടനും ചേച്ചിയും കൂടി മത്സരിച്ച് മണ്ഡലം മുസ്ലിം സമുദായത്തിന് ഇല്ലാതാക്കും. ഭാവിയിൽ തങ്ങളുടെ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ഇനി ജയം കാണില്ല എന്ന രീതിയിൽ ഇത്തവണ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വയനാട്ടിൽ വേണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. എവിടെ നിന്നാണ്? ലീഗിൽ നിന്ന്. എവിടെ നിന്നാണ്? സമസ്തയിൽ നിന്ന്. രാഹുൽ ഗാന്ധി വരണമെന്നും അത് പറഞ്ഞ് രാഹുൽ ഗാന്ധി വന്നു, നിന്നു, ഇതാ ജയിച്ചു, ഇതാ പോയി. മണിക്കൂറുകൾക്കകം രാഹുൽ ഗാന്ധിയുടെ വിടുതൽ തീരുമാനവും വയനാട്ടിലേക്ക് എത്തും. അപ്പോൾ പിന്നെ പ്രിയങ്ക വരട്ടെ എന്നായി അടുത്തതായുള്ള കോൺഗ്രസുകാരുടെ നിലവിളി. പണ്ട് സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ AICC യോഗത്തിലെ മെത്തയിലെ തലണയിൽ മുഖമമർത്തി കരഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസുകാർക്കാണല്ലോ ഇതൊന്നും അറിഞ്ഞുകൂടാത്തത്. അവർക്ക് നന്നായിട്ടറിയാം പ്രിയങ്കയെ വരുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന്. പ്രിയങ്ക വരുമെന്ന് പ്രതീക്ഷിച്ച് മനക്കോട്ട കെട്ടി നിൽക്കുന്ന സുധാകരനും സതീശനും അവർക്ക് മേലെ ഇടുത്തി പോലെ വന്ന് പതിച്ചത് മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യമാണ്, കനത്തൊരാവശ്യം. അത് ലീഗിൻ്റെ എന്ന് പറയുന്നതിലും ഭേദം സമസ്ത കാന്തപുരം വിഭാഗത്തിൻ്റെ ആവശ്യം എന്ന് തന്നെ പറയണം. അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് വൈപ്പ്. എന്താണ്? വയനാട്ടിൽ പതിവ് പോലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് നിർത്തണം, ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണം. അതാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഒരു മുഖപ്രസംഗത്തിലൂടെ കാന്തപുരം വിഭാഗം ആവശ്യപ്പെടുന്നത്. കാലാകാലങ്ങളായി വയനാട്ടിൽ ജയിച്ചു കയറുന്നതും തോറ്റു തൊപ്പിടുന്നതുമൊക്കെ UDF-ൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണെന്ന് സമസ്ത പറയുന്നു. ഇതാണ് സമസ്ത ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണം. ഇത്തവണ ഈ മുസ്ലിം വോട്ടുകൾ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വാരിക്കോരി കൊടുത്തു. അത് വാസ്തവമാണ്. അപ്പോൾ പിന്നെ UDF-ലെ ശക്തി കേന്ദ്രം തങ്ങൾ തന്നെയെന്നാണ് മുസ്ലിം ലീഗും പറയുന്നത്. കഴിഞ്ഞ തവണ T സിദ്ദീഖിനെ മത്സരിക്കാൻ വയനാട്ടിലേക്ക് ഇറക്കിയതാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതാ വയനാട്ടിലേക്ക് വരുന്നു എന്ന പ്രഖ്യാപനമുണ്ടായതും സിദ്ദീഖിനെ ഒഴിപ്പിച്ചതും. വയനാട്ടിലെ മുസ്ലിം ഭൂരിപക്ഷം MI ഷാനവാസിനെ മുമ്പ് വിജയിപ്പിച്ചത് അതുപോലെ തന്നെ രാഹുലിനെയും കഴിഞ്ഞ തവണ 2019 വിജയിപ്പിച്ചു. ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടായില്ല. രാഹുൽ വീണ്ടും ഭൂരിപക്ഷം കുറച്ച് ജയിച്ചു. വയനാട്ടിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമായതിനാൽ ഇത്തവണ അവിടെ പ്രിയങ്ക വേണ്ട, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മതി എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് സമസ്തക്കാർ. ഇതേ ആവശ്യം തന്നെയാണ് ലീഗിന്. കാരണം അവർക്കും അതിൽ പിടിച്ച് കയറാമല്ലോ. സമുദായമാണല്ലോ എല്ലാത്തിലും നിലനിൽപ്പിലുമൊക്കെ വലുത്. 2 മണ്ഡലങ്ങളിൽ ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലമാണോ റായ്ബറേലിയിലാണോ നിലനിർത്തുക എന്നതിൽ തീരുമാനം പക്ഷേ ഉടനുണ്ടാകും. രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്നാണ് കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴത്തെ ഏതാണ്ടൊക്കെ ഒരു ധാരണ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് രാജി സമർപ്പിക്കാനുള്ള അന്തിമ തീയതി ചൊവ്വാഴ്ചയാണ്. വിജയിച്ച് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി 14 ദിവസത്തിനകം തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം. വയനാട് ഒഴിയാനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കാനും പ്രവർത്തക സമിതി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഏത് മണ്ഡലം ഒഴിയണമെന്നതിൽ ധർമ്മസങ്കടമുണ്ടെന്ന് വയനാട് മണ്ഡലം സന്ദർശിച്ച രാഹുൽ വയനാട്ടുകാരോട് കള്ളം പറഞ്ഞു. എന്നാൽ അത് താമസിയാതെ കെ സുധാകരൻ തിരുത്തി. അങ്ങനല്ല, രാഹുലിന് ഉത്തരേന്ത്യയിൽ പോകേണ്ടതുണ്ട്, രാഹുൽ പോകുക തന്നെ ചെയ്യും, തടയരുതെന്ന് സുധാകരൻ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാലാണ് രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്ന ആവശ്യം പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. 7 കേന്ദ്രമന്ത്രിമാരെ പരാജയപ്പെടുത്തി ഇന്ത്യ സഖ്യം UP-ൽ മികച്ച വിജയം നേടിയതോടെ സംസ്ഥാനത്തെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനാണ് രാഹുലിന്റെ ശ്രമം. അപ്പോൾ ദക്ഷിണേന്ത്യ രാഹുലിന് വേണ്ട. UP-ൽ 17 സീറ്റിൽ മത്സരിച്ച രാഹുലിന്റെ കോൺഗ്രസ് 6 സീറ്റിൽ വിജയിച്ചിരുന്നു. വയനാട് രാജിവെച്ചാൽ 6 മാസത്തിനുള്ളിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഏത് കുഞ്ഞിനും അറിയാം. വയനാട്ടിൽ രാഹുലിന് പകരം മറ്റൊരാൾ വരണമെങ്കിൽ പ്രിയങ്ക വേണമെന്നാണ് സംസ്ഥാന നേതൃത്വം രേഖാമൂലം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. രാഹുൽ ഒഴിയുന്നതോടെ ഉണ്ടാകലിടെയുള്ള വയനാട്ടിലെ വോട്ടർമാരുടെ നിരാശ മറികടക്കാൻ പ്രിയങ്ക തന്നെ വരണമെന്നാണ് ഹൈക്കമാൻഡിനോട് സംസ്ഥാന കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയങ്ക സമ്മതിക്കുകയും ചെയ്തെന്നാണ് ഇപ്പോഴത്തെ സൂചന. പക്ഷേ ഇവിടുത്തെ UDF-കാർ, പ്രത്യേകിച്ച് ലീഗും ലീഗിനകത്തെ സമസ്തയും അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ പ്രിയങ്ക മത്സരിക്കാനെത്തിയാൽ മത്സരം നേരിട്ട് ഇടതുമായിരിക്കും. ആ മത്സരം കടുക്കുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ തവണ ഇടതു സ്ഥാനത്തിലെ ഭൂരിപക്ഷം വയനാട്ടിൽ കൂടിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF സ്ഥാനത്തിൽ വിജയിപ്പിച്ചത് ഇത്തവണയും മുസ്ലിം വോട്ടുകൾ തന്നെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതൊരിക്കൽ കൂടി പറയുന്നതിൽ യാതൊരു നാണക്കേടുമില്ല. മതേതര കക്ഷിയായ LDF-ന് ഇനി മത്സരം ഇത്തരം വർഗീയ കക്ഷികളോട് തന്നെയാകും എന്നാണ് വരുന്ന വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘടനയും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.